നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ICSE പാഠപുസ്തകത്തിലെ കർണഭൂഷണം എന്ന പാഠമാണ്. കർണഭൂഷണം എന്ന ഖണ്ഡകാവ്യം എഴുതിയിരിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ഉജ്ജ്വല ശബ്ദാഠ്യനായ കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആധുനിക കവിത്രയത്തിലെ പ്രധാനപ്പെട്ട ഒരു കവിയാണ്. ലളിത ശൈലിയിലുള്ള കവിതകളും അദ്ദേഹം ധാരാളം രചിച്ചിട്ടുണ്ട്. ഉമാകേരളമാണ് അദ്ദേഹത്തിന്റെ മഹാകാവ്യം. കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. മലയാള ഭാഷയ്ക്ക് ലഭിച്ച ഒരു അമൂല്യ സമ്പത്താണ് കേരള സാഹിത്യത്തെ കുറിച്ചുള്ള ചരിത്രം. ധാരാളം ഖണ്ഡകാവ്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കർണഭൂഷണം എന്ന ഖണ്ഡകാവ്യത്തിൽ മഹാഭാരത കഥാപാത്രമായ കർണന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് അതിനകത്ത് വ്യക്തമാക്കുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഭാഗം കർണനെ കാണാനായി കർണന്റെ പിതാവായ സൂര്യഭഗവാൻ എത്തിച്ചേരുന്നതാണ്. ആ രാത്രി ചേരാറായി വാസരശ്രീയോട് സൂരജ വിണ്ണാറോട് എന്ന പോലെ. അതായത് ഇത് ധാരാളം ഉപമാലങ്കാരങ്ങൾ അല്ലെങ്കിൽ ഉത്പ്രേക്ഷ അലങ്കാരങ്ങളൊക്കെ വരുന്ന ഒരു കാവ്യഭാഗം കൂടെയാണ്. അപ്പോൾ ഒരു രാത്രി കഴിയാറായി, ഏതാണ്ട് നേരം പുലർച്ചെയാവുന്നു. വാസരശ്രീ എന്ന് പറഞ്ഞാൽ ദിവസം, വാസരം ദിവസം, ദിനത്തിന്റെ ഐശ്വര്യത്തോട് ദിനത്തിന്റെ ഐശ്വര്യം ആരംഭിക്കുകയാണ്. രാത്രി തീർന്നിട്ട് ദിനം തുടങ്ങുകയാണ്, പകൽ തുടങ്ങുകയാണ്. അതിനെ കവി എന്തായിട്ട് പറഞ്ഞിരിക്കുന്നു? സൂരജ വിണ്ണാറിനോട് ചേരുന്നത് പോലെ. സൂരജ കാളിന്തി, കാളിന്തി വെളുത്ത ആറിനോട് അല്ലെങ്കിൽ വെണ്ണുരകളുള്ള ആറിനോട് ചേരും പോലെയാണ് കറുത്ത രാത്രി കടന്നുപോയിട്ട് വെളുത്ത പ്രഭാതം കടന്നു വരുന്നത്. തൂമയിൽ തൻ വസു തൂകാറായി മേൽക്കുമേൽ ധാമനിധിയായ ദേവൻ വീണ്ടും. സൂര്യഭഗവാൻ തന്റെ വസു കിരണം തൂകിക്കൊണ്ട് പ്രഭാത രശ്മികൾ കടന്നു വരികയാണ്. ചോപ്പങ്കൽ വാൽത്തൊപ്പി ചാർത്തിന മൗലികൾ മേൽപോട്ട് നീട്ടിക്കൊണ്ട് അങ്ങുമിങ്ങും ഉച്ചത്തിൽ ആചാര വാക്കോതിലാത്തുന്നു നൽ ചരുണായുധ നാഗരികർ. നൽ ചരുണായുധർ എന്ന് പറഞ്ഞാൽ ചരണം ആയുധമാക്കിയിട്ടുള്ളവർ, കാലാളുകൾ അല്ലെങ്കിൽ അവിടെയുള്ള പടയാളികൾ. നാഗരികർ, ആ നഗരത്തിലുള്ളവർ അല്ലെങ്കിൽ കർണന്റെ രാജധാനിക്ക് രാജകൊട്ടാരത്തിനടുത്തുള്ളവർ ആചാര വാക്കുകൾ ഓതിക്കൊണ്ട് ചുവന്ന വാൽത്തൊപ്പി, അതാണല്ലോ ഈ സൈനികരുടെ യൂണിഫോമിനോടൊപ്പം ഉള്ളത്, അത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. വേദനത്തിന് ഓരോരോ രാജന്യ സ്തോത്രങ്ങൾ സാധകം ചെയ്തതാം ജിഹ്വകളെ ധന്യങ്ങളാക്കുന്ന തങ്ങൾക്ക് യോജിച്ച മന്നനെ വാഴ്ത്തുന്ന സൂതവര്യർ. ഇനി അവിടെ കവികളുണ്ട്. അങ്ങനെയുള്ളവരാണ് കവികൾ. വേദനത്തിനായിട്ട് അവരെന്ത് ചെയ്യുന്നു? രാജാവിന്റെ സ്തോത്രങ്ങൾ സാധകം ചെയ്യുകയാണ് അവരുടെ ജിഹ്വകൾ കൊണ്ട്, ജിഹ്വ നാവുകൾ കൊണ്ട്. എന്നിട്ട് ധന്യങ്ങളാവുന്നു അവരെന്നിട്ട് ഈ രാജാവിൻ കർണനെ കുറിച്ചുള്ള അവദാനങ്ങൾ പാടി പുകഴ്ത്തി ധന്യരാവുകയാണ് അവര് ചെയ്യുന്നത്. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോ ഇനി വരുന്നത് 12 വത്സരം ലുബ്ധമായി മേവിന പർജന്യ പങ്ക്തിക്ക് പണ്ടേ പോയി. അപ്പോൾ ഇവിടെ ഈ ആദ്യ ഭാഗത്ത് ഒരു ചോദ്യമുണ്ട്. സൂതരുടെ നാക്കുകൾ ധന്യങ്ങളാകുന്നത് എങ്ങനെയാണ് സൂതരുടെ നാക്കുകൾ ധന്യങ്ങളാകുന്നത്? അവര് വേതനത്തിനായി, ശമ്പളത്തിനായി രാജന്യ സ്തോത്രങ്ങൾ സാധകം ചെയ്യുന്നവരാണ് സാധാരണയുള്ള രാജസദസ്സിലുള്ള കവികൾ. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ യോജിച്ച ഒരു രാജാവിനെ തന്നെ പുകഴ്ത്തിപ്പാടി ധന്യരാവുകയാണ് ഇവിടുത്തെ സൂതവര്യന്മാർ. അപ്പോൾ കർണൻ എന്ന മഹാരാജാവിന്റെ ശ്രേഷ്ഠതയാണ് കവി ഇതിലൂടെ വർണ്ണിക്കുന്നത്. പർജന്യ പങ്ക്തിക്ക് പണ്ടേ പോലെ. പർജന്യ പങ്ക്തി മേഘമാല. അപ്പൊ ഇനി ഇവിടെ പറയുന്നത് അംഗരാജ്യത്തെ കാര്യമാണ്. അംഗരാജ്യത്താണല്ലോ കർണന് ദുര്യോധനൻ നൽകിയത്, അംഗരാജ്യമാണ് ഭരിക്കാൻ. ഈ അംഗരാജ്യത്തിന്റെ ഒരു ചരിത്രമാണ് ഇവിടെ പറയുന്നത്. 12 വത്സരം മഴ പെയ്യാതിരുന്ന 12 വർഷം മഴ പെയ്യാതിരുന്ന സ്ഥലമാണ് അംഗരാജ്യം. ഏവനെ ദർശിച്ച മാത്രയിൽ പിന്നെയും കൈവന്നു ദാനധർമാവബോധം. അപ്പൊ അവിടെ സൂചിതമാകുന്ന കഥ എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അംഗരാജ്യത്ത് മഴയില്ലാതിരുന്നപ്പോൾ ലോമപാത മഹാരാജാവ് ഒരു യാഗം നടത്തി. ആരാണ് അപ്പോൾ ഇവിടെ മഴ പെയ്യിപ്പിച്ചത്? ഋഷ്യശൃംഖനാണ് ലോമപാത മഹാരാജാവിന്റെ കാലത്ത് അംഗരാജ്യത്ത് മഴ പെയ്യിപ്പിച്ചത്. അപ്പോൾ അവിടെ ഋഷ്യശൃംഖന്റെ കഥയാണ് ആ ഭാഗത്ത് സൂചിതമാകുന്നത്. ആ ഋഷ്യശൃംഖൻ പാവകനെ അഗ്നിയില് നിന്ന് എടുത്ത അമൃത്, പീയൂഷം, അമൃത്, പായസമാകുന്ന പീയൂഷം ദശരഥന് നൽകി അനുഗ്രഹിച്ച വ്യക്തിയാണ്. അങ്ങനെയാണ് ദശരഥന് സന്താന ഭാഗ്യമില്ലാതിരുന്ന ദശരഥന് മക്കൾ ലഭിക്കുന്നത്. അപ്പൊ അവിടെ സൂചിതമാകുന്ന കഥ എന്ന് പറയുമ്പോൾ അംഗരാജ്യത്ത് മഴ പെയ്യിപ്പിച്ച ഋഷ്യശൃംഖന്റെ പഴയകാല കഥയാണ്. ഋഷ്യശൃംഖൻ അദ്ദേഹത്തിന്റെ യാഗാഗ്നിയിൽ നിന്ന് പായസമാകുന്ന അമൃത് എടുത്ത് ആർക്ക് കൊടുത്തു? ദശരഥന് കൊടുത്ത. ദശരഥൻ അത് കഴിച്ചതിന് ശേഷമാണ് ദശരഥന് മക്കൾ ജനിക്കുന്നത്. അങ്ങനെയുള്ള ഋഷ്യശൃംഖൻ മേളിച്ച നാൾ മുതൽ മംഗല ദേവത, അന്ന് തൊട്ട് ഐശ്വര്യ ദേവത എവിടെയുണ്ട്?
ഈ അംഗഭൂവിൽ തന്നെ ഉണ്ട്. മുന്നാളിൽ വഞ്ചിച്ച കൊണ്ടലിൻ മൈത്രിയൻ നാളും ശോധിപ്പാൻ എന്ന പോലെ. അതായത് മുന്നാളിൽ പഴയ കാലത്ത് ആ അംഗരാജ്യത്തെ വഞ്ചിച്ച കൊണ്ടൽ മേഘം, മേഘത്തിന്റെ സ്നേഹത്തെ പരിശോധിക്കാൻ എന്ന പോലെ അമ്പരം മുട്ടുന്ന ഒരു ആകാരമേന്തിന പൊന്മണി മാളിക തെന്നടയിൽ. അമ്പരം മുട്ടി നിൽക്കുന്ന, അമ്പരം ആകാശം മുട്ടി നിൽക്കുന്ന ഒരു മാളിക എവിടെയുണ്ട്? ഈ കർണന് സ്വന്തമായിട്ട് അവിടെ ഉണ്ട്. എത്തിപ്പോയല്ലോ നാം ഈ നൽ കർണാമൃതം ആ ദിക്കിൽ നിന്ന് കേട്ടിടുന്നു. കർണനെ സ്തുതിച്ചു പാടുന്ന കർണാമൃതം ആ ദിക്കിൽ നിന്ന് കേൾക്കുകയാണ്. മൂന്നാമത്തെ ഭാഗം. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിലെ ഒരു പ്രധാന ചോദ്യമാണ് ആ ഏവനെ ദർശിച്ച മാത്രയിൽ എന്ന് പറയുന്ന വരികളിലെ സൂചിതമാകുന്ന കഥ. കേറിടാം അങ്ങതിനുള്ളിൽ ഒരു ഓമന നീരാളം എത്തമേൽ നിദ്ര കൊള്ളുവൻ. ഇനി നമ്മൾ ആ മാളികയിൽ കയറുമ്പോൾ കാണുന്നത് ആരെയാണ്? ആ ഓമന മെത്തയിൽ കിടക്കുന്ന നീരാള മെത്തമേൽ കിടക്കുന്ന, മനോഹരമായ മെത്തമേൽ കിടക്കുന്ന കർണനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ധാത്രിക്ക് മുത്തിനായി ദാനനീർ വാർക്കുന്ന പാർത്ഥിവ കുഞ്ചരർക്ക് അഗ്രഗാമി. ധാത്രിക്ക്, ഭൂമിക്ക് മുത്തിനായി ദാനനീർ വാർക്കുന്ന പാർത്ഥിവ കുഞ്ചരർക്ക് അഗ്രഗാമി. പാർത്ഥിവ കുഞ്ചരർ എന്ന് പറയുന്നത് ആനകൾ, അതായത് ആനകളുടെ മതജലം അവർ ഒഴുക്കുന്നത് ഭൂമിക്ക് മുത്തിനായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ അവർക്കൊക്കെ അഗ്രഗാമിയായിട്ടുള്ള, ദാനശീലനായിട്ടുള്ള വ്യക്തിയാണ് ഈ കിടക്കുന്ന കർണൻ. അഞ്ചിതമാകും തന്റെ അംഗത്തലാ മഞ്ജു മഞ്ചത്തെ താഴ്ത്തിന മന്നവേന്ദ്രൻ. അദ്ദേഹത്തിന്റെ മനോഹരമായ ശരീരം കൊണ്ട് മനോഹരമായ മെത്തയിൽ പതിപ്പിച്ചാണ് അദ്ദേഹം കിടക്കുന്നത്. മാനവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മാനവൻ, മനുഷ്യന്മാരുടെ ഇന്ദ്രനായവനാണ് കർണൻ. മഞ്ചത്തെ താഴ്ത്തിന മാനവേന്ദ്രൻ ചെങ്കതിരോനിൽ നിന്ന് അങ്കുരിച്ചീടിന് മംഗല്യധാമാവാം മാണവകൻ. അദ്ദേഹം മംഗല്യധാമാവാണ്, ഐശ്വര്യത്തിന്റെ ഇരിപ്പിടമായ വ്യക്തിയാണ്. അതും ചെങ്കതിരോനിൽ നിന്ന്, അതായത് പ്രഭാത സൂര്യനിൽ നിന്ന് അങ്കുരിക്കുന്ന ഐശ്വര്യത്തിന്റെ ഇരിപ്പിടമാണ് ഈ കർണൻ. നീളത്താൻ പ്രാശിച്ച ലോകത്തിൻ ദൈന്യമാം ക്ഷേളത്തിൻ രൂപത്തിൽ അപ്പുമാനിൽ. അതായത് ലോകത്തിന്റെ ദയനീയത ക്ഷേളമായി, ക്ഷേളം വിഷത്തിന്റെ രൂപത്തിൽ അപ്പുമാനിൽ കഞ്ചാത ലോലാംബ കമ്രമായി മിന്നുന്നു. അതായത് അദ്ദേഹത്തിന്റെ മനോഹരമായ ശരീരം, അദ്ദേഹത്തിന്റെ മനോഹരമായ കൈകളുടെ ഉള്ളിൽ എന്തുണ്ട്? അദ്ദേഹത്തിന്റെ വിൽ ഞാൺ തഴമ്പണി പാണിയിൽ കാണുന്നു. വില്ലും അമ്പും എപ്പോഴും എടുത്ത് അഭ്യാസം നടത്തുന്നതിന്റെ പാട് മനോഹരമായ കൈത്തലത്തിൽ കാണുന്നു. അത് കണ്ടാൽ ക്ഷേളത്തിന്റെ, അതായത് ശിവന്റെ കഴുത്തിൽ ശിവന്റെ കഴുത്തിൽ വിഷം തങ്ങി നിന്നപ്പോൾ നീല നിറം ഉണ്ടായതുപോലെ ഈ മനോഹരമായ ശരീരത്തിൽ കറുത്ത പാട് കയ്യിലുണ്ടാകുന്ന വില്ലിന്റെയും ഞാണിന്റെയും തഴമ്പ് ആണ് കാണുന്നത്. അപ്പൊ ഈ കയ്യിലെ അടയാളം കണ്ടാൽ താമരയിൽ കറുത്ത വണ്ടിരിക്കുകയാണോ എന്ന് തോന്നും. അതാണ് കഞ്ചാത ലോലാംബ കമ്രമായി മിന്നുന്നു എന്ന് പറയുന്നത്. താമരയിൽ വണ്ടിരിക്കുന്ന പോലെയാണ് കർണന്റെ കയ്യിലെ അടയാളം കണ്ടാൽ തോന്നുന്നത്. മണ്ഡലം വായിക്കുമാ രാജാവിൻ കർണങ്ങൾ മണ്ഡലം ചെയ്തിടും കുണ്ടലങ്ങൾ. ഇനിയുള്ളത് കർണന് ജന്മനാൽ തന്നെ എന്തുണ്ട്? കവച കുണ്ടലങ്ങളുണ്ട് അല്ലെ? കവചം, ശരീരത്തില് പോർച്ചട്ടയും ഉണ്ട്, അതോടൊപ്പം കുണ്ടലങ്ങളും ഉണ്ട്. അത് സൂര്യൻ തന്റെ മകന് സമാനമായി കൊടുത്താണ്. അപ്പൊ ആ കുണ്ടലങ്ങൾ ഇങ്ങനെ ശോഭിക്കുകയാണ് അവന്റെ ശരീരത്തിൽ. സേവിപ്പൂ പാർശ്വത്തിൽ തദ്വക്ത ചന്ദ്രനെ ശ്രീ വിശാഖ ഉടുക്കൾ എന്ന പോലെ. അപ്പൊ രണ്ട് വലിയ മനോഹരമായ കുണ്ടലങ്ങളുണ്ട്. അത് ചന്ദ്രന്റെ ഇരുവശങ്ങളിലും നിൽക്കുന്ന വിശാഖ നക്ഷത്രങ്ങളെ പോലെയാണ് കാണപ്പെടുന്നത്. തൂശി തുളച്ചവയല്ല ശ്രുതികൾ. ഇനി ആ കുണ്ടലത്തിന്റെ പ്രത്യേകത പറയണം. അത് മനുഷ്യരാരും നിർമ്മിച്ചതല്ല, യന്ത്രങ്ങൾ കൊണ്ടൊന്നും നിർമ്മിക്കപ്പെട്ടതല്ല. തൂശി തുളച്ചതല്ല എന്ന് പറഞ്ഞാൽ സൂചി കൊണ്ട് തുളയിട്ടതല്ല ആ കുണ്ടലങ്ങൾ. പിന്നെ കാരുക്കൾ തീർത്തതല്ല, അതായത് ഈ ആഭരണങ്ങളൊന്നും ആയുധങ്ങൾ കൊണ്ട്, കാരുക്കൾ കൊണ്ട് തീർത്തതല്ല. ആഹാര്യ ഭാവത്തിലാവില്ലമല്ലേതും ആ ഗർഭദാനം തൽസാഹചര്യം. അതായത് ഇതൊന്നും ആഹാര്യ ഭാവത്തിലല്ല, കൃത്രിമമല്ല. ഗർഭാധാനം എന്ന് പറഞ്ഞാൽ ജന്മനാൽ തന്നെ ഉള്ളതാണ് ഈ കവചവും കുണ്ടലും. അമ്മട്ടിൽ മാറിലും ആ മഹാൻ ചാർത്തുന്നു പൊന്മയമായ ഒരു പോർക്കവചം. കുണ്ടലത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു. ഇനി പറയുന്നത് മനോഹരമായ കവചത്തെ കുറിച്ചാണ്. അത് സ്വർണമയമാണ്. വീര ശ്രീദേവി തന്നെ അന്തപുരത്തിന് ചേരും യവനിക്ക് എന്ന പോലെ ശുദ്ധാന്ത മുഗ്ധകൾ ആ കർണഭൂഷകൾ പൊത്താനായി നീട്ടിന കൈകൾ രണ്ടും ഈ കഞ്ചുകം കണ്ട് നാണിച്ച് തങ്ങൾക്കുള്ള അക്ഷികൾ മൂടുവാൻ പോകുമല്ലോ. അപ്പോ ഇവിടെ പറയുന്ന എന്താണ്? അവിടത്തെ കർണന്റെ അന്തപുരത്തിലെ സുന്ദരികളായ സ്ത്രീകൾ അവന്റെ മനോഹരമായ കർണഭൂഷകൾ കണ്ട്, ചെവിയിലെ കുണ്ടലങ്ങൾ കണ്ട് അതിങ്ങനെ കൈകൊണ്ട് പൊത്താനായി, മറയ്ക്കാനായി തുടങ്ങുമ്പോൾ ആ ശരീരത്തിലുള്ള കർണന്റെ ശരീരത്തിലെ കഞ്ചുകം, പോർച്ചട്ട കാണും.
അപ്പൊ അതും കൂടെ കണ്ട് അവരെന്ത് ചെയ്യും, നാണിച്ച് അവരുടെ കണ്ണുകൾ മൂടുമല്ലോ. അപ്പൊ ഇവിടെ വരുന്ന ചോദ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കർണനെ അവതരിപ്പിക്കുന്ന എങ്ങനെ. അപ്പൊ അത് ആ ഒരു വലിയ അമ്പരം മുട്ടുന്ന ആകാരമുള്ള പൊന്മണി മാളികയുടെ അകത്ത് നീരാളം മെത്തമേൽ നിദ്ര കൊള്ളുകയാണ് കർണൻ. അപ്പോ കർണൻ എന്റെ ആ മനോഹരമായ ശരീരം കൊണ്ട് മനോഹരമായ മെത്ത താഴുന്നു. ആ ഒരു ശരീരമാണ് മെത്തയെ അലങ്കരിക്കുന്നത്. ഇത്രയാണ് ഉറങ്ങിക്കിടക്കുന്ന കർണന്റെ വർണ്ണന. കർണന്റെ കയ്യിലെ ഞാണിന്റെ തഴമ്പിനെ എന്തിനോട് വർണ്ണിക്കുന്നു? താമരയിലിരിക്കുന്ന വണ്ടിനെ പോലെയാണ് കർണന്റെ കയ്യിലെ ഞാണിന്റെ തഴമ്പിനെ വർണ്ണിക്കുന്നത്. ധാത്രിക്ക് മുത്തിനായി മതജലം ഒഴുക്കുന്ന ആനകൾക്ക് തുല്യനാണ് ഈ കർണനെന്നും പറയുന്നു. അപ്പോ അതും ഉറങ്ങിക്കിടക്കുന്ന കർണനെ വർണ്ണിക്കുന്ന ഭാഗത്ത് എഴുതാവുന്നതാണ്. കുണ്ടലങ്ങൾ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? കർണന്റെ കവച കുണ്ടലങ്ങൾ അവന്റെ മുഖമാകുന്ന ചന്ദ്രന്റെ ഇരുവശങ്ങളിലും ആ ചന്ദ്രനെ സേവിക്കാനായി നിൽക്കുന്ന വിശാഖ നക്ഷത്രങ്ങളെ പോലെയാണ് കുണ്ടലങ്ങൾ എന്ന് പറയുന്നത്. ഇനി 4-ാം ഭാഗം. ചാരുവാം ആ പ്രപഞ്ചത്തിൽ മിന്നുന്ന പുരുഷാകാരം. അതായത് ചപ്രമഞ്ച മനോഹരമായ കട്ടിൽ, അതിൽ കിടക്കുന്ന ആ മിനുങ്ങുന്ന പുരുഷന്റെ ആകാരം ആണ് കർണൻ. ആരെന്ന് ഞാനിനി ഓതണമോ? ഞാനിനി അത് ആരെന്ന് പറയണമോ? സാക്ഷാൽ ഭാരതമാതാവിന്റെ പുത്രനാണ് ആ കിടക്കുന്നത്. ശ്രീമാനാം അയവന്റെ ദിവ്യാഭിധാനന്ദാൻ നാമത്തിൻ മാറ്റുലി എന്ന പോലെ ലോകത്തിൻ കർണൻ കേട്ട് ആനന്ദമേൽപ്പാൻ അത്യാഗ സാമ്രാജ്യൈക്യ ചക്രവർത്തി. അപ്പൊ ഈ ഒരു കർണന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ലോകം മുഴുവനും കർണൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആനന്ദം കൊള്ളുന്നവനാണ്. ഇനി ദ്വാപരത്തിങ്കിലെ ദുർഗതി ദാന്തോർക്കൻ ചാപവേദാംഗമ പാരാഗമി. ധനുർവേദത്തിന്റെ മറുകര കണ്ടവനാണ്. അതാണ് ആ വരിയുടെ അർത്ഥം. ചാപവേദാഗമ പാരാഗമി എന്ന് പറഞ്ഞാൽ ധനുർവേദം, വില്ലിന്റെ ആ ഒരു വിദ്യ, വില്ല് അമ്പും ഉപയോഗിക്കുന്ന വിദ്യ, അതാണ് ധനുർവേദം. അതിന്റെ മറുകര കണ്ടവനാണ്. പിന്നെ ഈ ദ്വാപരത്തിലെ ദുർഗതി മാറ്റുന്ന സൂര്യനാണ്. പിന്നെ അങ്കാരലോചന ശിഷ്യോത്തമൻ, അതായത് പരശുരാമന്റെ ശിഷ്യനാണ്. ഇനി അവനിയുടെ രതിക്ക് എന്തൊരമ്പൻ, അതായത് അംഗരാജ്യത്തിലെ കാമദേവനാണ്. ഇത്രയും വിശേഷണങ്ങളാണ് കർണനെ കുറിച്ച് പറയുന്നത്. അപ്പൊ കർണന്റെ വിശേഷണങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദ്വാപര യുഗത്തിലെ അർക്കനാണ്, സൂര്യനാണ്. ഇനി ധനുർവേദത്തിന്റെ മറുകര കണ്ടവനാണ്. അങ്കാരലോചന ശിഷ്യോത്തമനാണ്, പരശുരാമന്റെ ശിഷ്യനാണ്. അംഗരാജ്യത്തിന്റെ കാമദേവനാണ്. ഇത്രയാണ് കർണന്റെ വിശേഷണങ്ങൾ. കർണൻ കരാഞ്ചിത കാളപൃഷ്ഠൻ. വില്ല്, കർണന്റെ കയ്യിലെ വില്ലിന്റെ പേരാണ് കാളപൃഷ്ഠൻ. ആ നവ്യ ജീമൂത വാഹനനാരെയും കൊണ്ട് ആനന്ദ നർത്തനം ആടിക്കാതെ. ജീമൂത വാഹനന്റെ പുരാണ കഥയാണ് ഇവിടെ. ജീമൂത വാഹനൻ ദാനശീലനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെല്ലാം എല്ലാവർക്കും സന്തോഷം പകരുന്നതായിരുന്നു. അപ്പൊ ആ ഒരു ജീമൂത വാഹനനെ പോലുള്ള ആധുനിക ജീമൂത വാഹനനാണ് കർണൻ എന്ന് പറയുന്നത്. ആ പൂരുഷേന്ദ്രൻ തൻ പൂങ്കവളിൽ പുത്തൻ കർപ്പൂരം പൂശിടും അല്പഹാസം. അപ്പൊ ഈ ഉറങ്ങുന്ന സുന്ദരനായ കർണന്റെ കവളിലൊക്കെ സുന്ദരമായ ഹാസം കാണുന്നു. തങ്ങളെ കൈവിടില്ലെന്ന് ഇരന്നിടുന്ന പൊൻകുണ്ടലങ്ങൾക്ക് സാന്ത്വനമോ. അപ്പൊ ഈ കവിളിലെ ചിരി ഞങ്ങളെ ഒരിക്കലും കൈവിടരുതെന്ന് പറയുന്ന പൊൻകുണ്ടലത്തിന് ഒരു സാന്ത്വനമാണോ? തന്നോട് മൈത്രിയും ദേഷ്യവും കാട്ടുവാൻ വിണ്ണവർ തേടിടും മത്സരത്തിൽ. അതായത് കർണന്റെ ചിരി എങ്ങനെയുള്ള ചിരിയാണ്? പൊൻകുണ്ടലങ്ങൾക്ക് ഒരു മന്ദഹാസമായിട്ടാണ് പറയുന്നത്, സാന്ത്വനമായിട്ടാണ് പറയുന്നത്. അപ്പൊ തന്നോട് സ്നേഹവും ദേഷ്യവും കാണിക്കാൻ വിണ്ണവർ, അതായത് വിണ്ണിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇന്ദ്രൻ തേടുന്ന ഒരു മത്സരമുണ്ട്. അപ്പൊ ആ മത്സരത്തിൽ ആകെ തനിക്ക് താൻ പോന്ന ധീരൻ താൻ ആവൂതം മിന്നിക്കും കൈവിളക്കും. അപ്പൊ ആ കാതിൽ കിടക്കുന്ന കുണ്ടലങ്ങൾ വിണ്ണവർ ദേഷ്യവും സ്നേഹവും കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആകെ തനിക്ക് താൻ പോന്ന ആ ധീരൻ, തനിക്ക് താൻ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമായി അറിയാവുന്ന ആ ധീരന് ഉള്ള കൈവിളക്കാണോ ആ കുണ്ടലങ്ങൾ എന്ന് പറയും. അപ്പൊ ഇവിടെയുള്ള ചോദ്യങ്ങൾ ആരുടെ നാമം കേൾക്കുമ്പോഴാണ് എല്ലാവർക്കും രോമാഞ്ചം ഉണ്ടാകുന്നത്? പിന്നെ ലോകകർണങ്ങൾ ആനന്ദം കൊള്ളുന്നത് എപ്പോഴാണ്? പിന്നെയുള്ളത് കർണന്റെ
ജന്മരഹസ്യം അവിടെ പറയുന്നുണ്ട്. അർക്കൻ ആണെന്ന് പറയുന്നുണ്ട്, അർക്കന്റെ പുത്രനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്, കർണന്റെ ചിരി എങ്ങനെയുള്ളതാണ് എന്നും ഇവിടെ പറയും. ഇനി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് പോകാം. അങ്ങുള്ളിൽ ഒരാൾ പോവത് ലോകത്തിൻ ജംഗമ ചൈതന്യം എന്ന പോലെ. അപ്പൊ ഈ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്ന് കാണുന്ന ദൃശ്യമാണ്. അപ്പൊ ആ കൊട്ടാരത്തിനുള്ളിലേക്ക് ജംഗമ ചൈതന്യം, ഈ ലോകത്തെ സഞ്ചരിക്കുന്ന ചൈതന്യം പോലെ, പ്രകാശം പോലെ ഒരാള് നടന്നു പോകുന്നു. സൗവർണ ശൈലത്തിൻ സാരമോ, സുവർണ പർവ്വതത്തിന്റെ ഭാഗമാണോ, തൃക്കൈയിൽ ഗോവിന്ദൻ എന്തും സുദർശനം, അതായത് വിഷ്ണുവിന്റെ കയ്യിലുള്ള സുദർശനം ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ ഇത്രയും തേജസ്? അല്ലല്ല, പള്ളിക്കുറുപ്പ് കൊണ്ടിടും ഈ വില്ലാളിക്ക് അച്ഛനി വിപ്രവര്യൻ. കാണാൻ പോകും സൂര്യൻ, വില്ലാളി സൂര്യൻ കർണനെ കാണാൻ പോകുന്നു. അതായത് ഇന്ദ്രൻ വന്ന ആയുധങ്ങൾ ചോദിച്ചു അല്ലെങ്കിൽ കവചകുണ്ടലങ്ങൾ യാചിച്ച് വാങ്ങുന്നു. അതിനു മുമ്പ് തന്റെ മകനെ പറഞ്ഞൊന്ന് ധരിപ്പിക്കാനായി പോകുന്ന സൂര്യൻ ഒരു വിപ്രനായിട്ടാണ് വേഷം മാറി പോകുന്നത്. അപ്പൊ ഈ വില്ലാളിക്ക് അച്ഛനാണ്, ഈ കിടക്കുന്ന വില്ലാളി വീരന് അച്ഛനാണ് ആ പോകുന്ന ബ്രാഹ്മണൻ. പൂഷാവ് എന്ന് പറയുന്നത് പുണ്യാത്മാവാകിയ പൂഷാവ് സൂര്യൻ. സൂര്യനല്ലാതെ ഇത്രയും ശോഭ ആർക്കാണ് ഉള്ളത്? ആ മാനിനി മണി കുന്തിതൻ ഓമന കൗമാരഹാരിയാം പത്മിനീശൻ. അതായത് കുന്തി അവളുടെ കൗമാരകാലത്ത് ഈ സൂര്യനെ വശീകരിച്ചു. കൺമണി ഉണ്ണിയെ കൺമതിനായി തന്നെ മഹി ചംക്രമണേച്ച കൊള്ളു. ഭൂമിയിലേക്ക്, മഹിയിലേക്ക്, ചംക്രമണം എന്ന് പറഞ്ഞ യാത്ര. കൺമണിയായ അല്ലെങ്കിൽ തന്റെ കുന്തിയിൽ തനിക്ക് ജനിച്ച മകനെ നേരിട്ടൊന്ന് കാണുന്നതിനായി സൂര്യൻ കൊട്ടാരത്തിലേക്ക് വന്നതാണ്. കുന്തി ഭോജാത്മജ അക്കൈക്കുഞ്ഞൊരു മന്ത്രത്താൽ മാമ്പഴം എന്ന പോലെ. അതായത് പണ്ട് കുന്തി ദേവി ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മാണിക്യരത്നം പോലെ തിളങ്ങി നിന്ന സൂര്യനെ കണ്ടിട്ടാണ് അവൾ മന്ത്രം കൊണ്ട് അവനെ ആകർഷിച്ചത്. ഒരു മന്ത്രം കൊണ്ട് ഒരു മാമ്പഴം വരുന്ന അതുപോലെ പെട്ടെന്ന് അവളുടെ അടുക്കിലേക്ക് ഈ ആർക്ക് വരാൻ പറ്റി? ആര് വന്നു? സൂര്യൻ വന്നു. ആകാശവീതിയിൽ നിന്നവോ തന്നെ പണ്ട് ആകർഷിച്ചിട്ടത് അപ്പുറവും ഓർമ്മയിൽ വന്നത് മൂലമോ ദേവന് കോൾമയർ കൊള്ളുന്നത് മെന്നിയുമോ. കോൾമയർ കൊള്ളുക, രോമം ചൊല്ലുക. അപ്പൊ തന്നെ പണ്ട് കൗമാരകാലത്ത് കുന്തി ദേവി ഒരു മാമ്പഴത്തെ പോലെ ആകർഷിച്ച് ഓർത്തിട്ടാണോ എന്നറിയില്ല, ആർക്ക് രോമാഞ്ചം വന്നു? സൂര്യഭഗവാന് രോമാഞ്ചം വന്നു. അല്ലെങ്കിൽ തൻ സൂതൻ അന്യാർത്ഥ ജീവിതൻ ചൊല്ലുന്നത് എങ്ങനെ വന്ന കാര്യം. അല്ലെങ്കിൽ തൻ സൂതൻ എന്ന് പറയുന്നത് അന്യന് വേണ്ടി തന്റെ സുതനോട് കാര്യങ്ങൾ എങ്ങനെയാണ് ചൊല്ലുന്നത്. ഭൗമമെന്നാകിലും ക്ഷാത്രമ തേജസ് ഭീമമെന്നുള്ള ഒരു ചിന്ത മൂലം. മകനാണെങ്കിലും ക്ഷാത്ര തേജസ് ഉള്ളവനാണ്. അപ്പോൾ അവനോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറയുക? ഉൽപ്പന്നമായിടും കമ്പമോ, അങ്ങനെ ഉള്ളിൽ ഉദിച്ച ഒരു വിറയലാണോ? ജൃംഭിപ്പത് ആ പ്രഭാത താരള്യ കൈതപത്താൽ. അതായത് രാവിലെ ആ പ്രഭാതത്തിൽ പല ചിന്തകളാൽ വരികയാണ് സൂര്യൻ. ഒന്ന് ഇതാവാം, തന്നെ കൗമാരത്തിലെ ആകർഷിച്ച കുന്തി ദേവിയെ കുറിച്ചുള്ള ചിന്തയാവാം. മറ്റൊന്ന് തന്നെ ആകർഷിക്കുന്ന താൻ എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ ക്ഷാത്ര തേജസ്സുള്ള തന്റെ മകനോട് പറയുക എന്നുള്ള ചിന്തയാവും. പങ്കത്തിൽ നിൽപ്പതാം പാഴ്മല മൂട്ടിനും തങ്കര താലോലം നൽകുന്നോട്. അതായത് സൂര്യന്റെ പ്രത്യേകതയാണത്. പങ്കത്തിൽ നിൽക്കുന്ന, ചെളിയിൽ നിൽക്കുന്ന പാഴ്മല മൂട്ടിനും, പഴയ പൂമൊട്ടിനു പോലും തന്റെ കരം കൊണ്ട് താലോലിക്കുന്നവനാണ്. ഉണ്ണിനാം പുത്രനെ പുൽകുവാൻ പോകുമ്പോൾ ഇന്ന മട്ടൊക്കെ ആമെന്നല്ല. അതായത് താൻ ഇങ്ങനെയുള്ള ചെളി നിൽക്കുന്ന ചെടിക്ക് പോലും, അല്ലെങ്കിൽ വേണ്ടാത്ത പാഴ്മലർ മൊട്ടായ മൊട്ടിനു പോലും സ്നേഹം കൊടുക്കുന്ന കരം കൊണ്ട് തലോടുന്ന ആൾ പുത്രനെ പുൽകുവാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. ആ മട്ടിൽ മാളികയ്ക്കുള്ളിൽ ഉറങ്ങും തന്നെ ഓമന ഉണ്ണിതൻ മുന്നിൽ വേഗൻ. അതായത് മാളികയുടെ അകത്ത് ഉറങ്ങുന്ന ഉണ്ണിയുടെ അടുക്കിലേക്ക്, കർണന്റെ അടുക്കിലേക്ക് ചെന്ന് ചേരുകയായി. നന്ദന വാത്സല്യ പാരവശ്യം, നന്ദനൻ മകനോടുള്ള വാത്സല്യത്താൽ പാരവശ്യ നിറഞ്ഞ ഭാനുമാലി സൂര്യൻ. ഇനി ഈ അഞ്ചാം ഭാഗത്തിലെ ചോദ്യങ്ങൾ പറയാം. ഭൂമിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സൂര്യദേവന് മേനി കോൾമയർ കൊണ്ടത്? എന്തുകൊണ്ടാണ്? ഒന്നുകിൽ തന്നെ ഒരു മാമ്പഴം എന്ന പോലെ കൗമാരകാലത്ത് ആകർഷിച്ച കുന്തി ദേവിയെ കുറിച്ച് ആലോചിച്ചിട്ടാകാം. അല്ലെങ്കിൽ എന്തായിരിക്കും, എങ്ങനെയാണ് ക്ഷാത്ര തേജസ്സുള്ള തന്റെ മകനോട് ഇനിയുള്ള കാര്യങ്ങൾ തുറന്നു പറയുക എന്ന് ഓർത്തിട്ടാണ്. കർണൻ ഉറങ്ങിക്കിടന്ന മുറിയിലേക്ക് വന്നതാര്? ആരാണ്? കർണന്റെ പിതാവായ വിപ്രവര്യൻ, അതായത് സൂര്യനാണ് അവിടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം പുണ്യാത്മാവാണ്, ധാരാളം ശോഭയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ വന്നത് എന്തിനു വേണ്ടിയാണ്?
കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇനി 6ാം ഭാഗം. ആ നൻ മണിയറയാകവേ പൂത്തോരു കൊന്നപ്പൂന്തോട്ടമായി മിന്നി നിൽക്കുക. ആ മണിയറ അല്ലെങ്കിൽ ആ കർണൻ കിടന്നുറങ്ങുന്ന ആ കൊട്ടാരത്തിന്റെ വാമുറിയെല്ലാം മണിയറ പോലെ പ്രകാശിക്കുകയാണ് സൂര്യന്റെ വെളിച്ചം അടിച്ചിട്ട്. മഞ്ഞ നീരാടിന മന്നവൻ തന്മിഴി മഞ്ജുള ചെന്താർ മലർന്നുമല്ലേ. പെട്ടെന്ന് ഈ ഒരു പ്രകാശം അടിച്ചിട്ട് മനോഹരമായ കണ്ണുകൾ ആര് തുറന്നു? കർണൻ തുറന്നു. ആകുന്തകൻ ഒരാൾ അന്തണൻ ബാക്കാല്യത്തിൽ ആഗമ വിഗ്രഹൻ അത്ഭുതൻ. അതായത് ആകുന്തകൻ വന്നിരിക്കുന്ന ആരാണ്? ഒരു അന്തണനാണ്, ഒരു ബ്രാഹ്മണനാണ്. കാല്യത്തിൽ പ്രഭാതത്തിൽ വന്നത് ആരാണെന്നാണ് നോക്കുന്നത്. കാണികൾ കുൾപ്പു കുളിർപ്പിക്കും ചെന്തിയായ കാഞ്ചനവർണ്ണമാം കർപ്പൂരം. അതായത് സ്വർണ്ണവർണ്ണം എന്നുള്ള കർപ്പൂരം പോലെയാണ് ഈ മനുഷ്യൻ, ഈ സൂര്യൻ അവിടെ വന്ന് നിൽക്കുന്നത്. ചേണുറ്റ തൻ പൂർവ്വ പുണ്യത്തിൻ സൽഫലം പാണിയിൽ പക്വമായി വീണ പോലെ. അതായത് തന്റെ പൂർവ്വ പുണ്യം കൊണ്ടാണ്, തന്റെ മനോഹരമായ പൂർവ്വ പുണ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യരെ തനിക്ക് കാണാൻ പറ്റിയതെന്ന് ഓർത്ത് അങ്ങ് എഴുന്നേറ്റ് ഇവിടെ ആസനം, ഇവിടെ ഇരിപ്പിടം, എങ്ങ് അർഘ്യം, എങ്ങ് പാദ്യം, അതായത് കാൽക്കൽ ഒഴിക്കേണ്ട ജലം എവിടെ, അദ്ദേഹത്തിന്റെ മേൽ തളിക്കേണ്ട ജലം എവിടെ, എങ്ങും മധുപർക്കം, എവിടെ മധുപർക്കം കൊണ്ടുവരും, അദ്ദേഹത്തെ ആദരിക്കട്ടെ എന്ന് ഉര ചെയ്യുകയാണ് അങ്കേശൻ. അങ്കേശൻ അംഗരാജ്യത്തെ രാജാവായ ആദിത്യ മര്യാദയുള്ള ആരാണ്? കർണൻ. ആ ദിവ്യനെ ചെന്ന് അഭിവാദനം ചെയ്ത ആദിത്യൻ ചന്ദ്രനായി മാറിയവൻ. എന്നിട്ട് ഓടിച്ചെന്ന് ആദിത്യന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം അഭിവാദനം ചെയ്തു. അപ്പോഴേക്കും ആദിത്യൻ ചന്ദ്രനായി മാറി. അതായത് തീക്ഷ്ണമായ രശ്മികളൊക്കെ കുറച്ച് ചന്ദ്രനെ പോലെ നിലാവുള്ളവനായി സൂര്യൻ മാറി. കുണ്ടലമണ്ഡിത ഗണ്ഡമം തൻശീർഷം മണ്ഡലാധീശ്വര മൗലിരത്നം. എന്നിട്ട് കുണ്ടലം കൊണ്ടിറത്താൽ ശോഭിക്കുന്ന തന്റെ ശിരസ്, ശീർഷം, മൗലി അദ്ദേഹം എന്ത് ചെയ്തു? തറയിൽ തൊട്ടിട്ട് സൂര്യന്റെ പാദത്തിൽ തൊട്ട് സൂര്യനെ നമസ്കാരം ചെയ്തു. അപ്പൊ ഇവിടെ അംഗരാജ്യത്തിലെ കൊട്ടാരത്തിൽ സൂര്യന് വിറയിലുണ്ടാകാൻ കാരണമെന്ത് എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഭൗമമെന്നാകിലും ഭൂമിയിലെന്നാകിലും ക്ഷാത്രമ തേജസ്സുള്ള അവനാണ് മകൻ, അവനോട് കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് ധരിപ്പിക്കും എന്നുള്ള വിഷമം കൊണ്ടാണ് സൂര്യന്റെ വിറയിൽ വന്നത്. പിന്നെ ആരുടെ മണിയറയാണ് കൊന്ന പൂന്തോട്ടമായി മാറിയത്? ആരുടെ മണിയറയാണ് കൊന്ന പൂന്തോട്ടമായി മാറിയത്? കർണന്റെ മണിയറ സൂര്യന്റെ വരവാൻ കൊന്ന പൂന്തോട്ടം, കണിക്കൊന്നയുടെ നിറം അറിയില്ല, മഞ്ഞ നിറമുള്ള ഒരു പൂന്തോട്ടമായിട്ട് ആ മുറി. കർണൻ സൂര്യനെ സ്വീകരിച്ചത് എങ്ങനെയാണ്? കുണ്ടലം ഇട്ടിരിക്കുന്ന തന്റെ ശിരസ് കൊണ്ട് കർണൻ സൂര്യന്റെ പാദങ്ങളിൽ നമസ്കാരം ചെയ്തു. എന്നിട്ട് ആസനം എവിടെയെന്ന് ചോദിക്കുന്നു, അർഘ്യം പാദ്യം എന്നിവയ്ക്ക് എവിടെ ചോദിക്കുന്നു, ഇവിടെ മധുപർക്കം എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ അഭിവാദനം ചെയ്താണ് സ്വീകരിക്കുന്നത്. ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ കർണഭൂഷണം ഒന്ന് ശരിക്കും മനസ്സിലാക്കിയിരുന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.